ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പുഡിങ്ങാണ് ചെയ്യുന്നത്, നട്ടി ബബിൾ പുഡിങ്. ഈ ഒരു പുഡിങ് നമുക്ക് പല മെത്തേഡിലും ചെയ്യാം. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പെട്ടെന്ന് ചെയ്തെടുക്കുക, പെട്ടെന്ന് സെറ്റായി കിട്ടും, അതുപോലെ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാലിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബൂസ്റ്റ് പൗഡർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് ആവശ്യമുണ്ട്. ഞാനിപ്പം ബ്രിട്ടാനിയയുടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് ഇല്ലേ, ഇതാ ഈ ഒരു ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പകുതിയോളം നമുക്ക് മതി. പിന്നെ നമ്മുടെ പുഡിങ്ങിൻ്റെ ട്രേ വലുതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ബിസ്ക്കറ്റിൻ്റെ എണ്ണം കൂടും. ആദ്യത്തെ ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ബൂസ്റ്റ് മിൽക്കിലേക്ക് ഓരോ ബിസ്ക്കറ്റായിട്ട് മുക്കിയിട്ട് ഇതുപോലെ ലെയർ ചെയ്തെടുക്കാം. ഞാനൊരു 2 ലെയറായിട്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ മാത്രമേ ഫസ്റ്റ് ലെയർ ഒരു കട്ടി ഉണ്ടാവുള്ളൂ. ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇത് ആദ്യത്തെ ലെയർ ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ബദാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇച്ചിരി കാഷ്നട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് പിസ്ത അത് ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് വിതറി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം സാധാരണ നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഫിയോണൻ്റെ ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് സ്റ്റിഫായി കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൽ കാണിച്ചിട്ടില്ല, ഒരുപാട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ നന്നായിട്ട് സ്റ്റിഫായി കിട്ടുന്നവരെ ബീറ്റ് ചെയ്ത ക്രീം സെക്കൻഡ് ലെയറായിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം. ഇതുപോലൊരു സ്ക്രേപ്പറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ലെവലാക്കി എടുക്കണം. എന്നിട്ട് ഇത് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള ഗണാഷ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള വൈറ്റ് ചോക്ലേറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. നന്നായിട്ട് തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ മെൽറ്റായി കിട്ടണം. ഈ ഒരു സമയത്ത് ഒരു 1/2 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി കിട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറണം. ഇളം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഇത് അധികം അങ്ങ് ചൂടാറാൻ നിൽക്കരുത്, അപ്പോൾ അത് പഴയ പോലെ തന്നെ ഉറച്ചു പോകും. ഇതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ബബിൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ബബിൾ വരച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പുഡിങ്ങിൻ്റെ ലാസ്റ്റത്തെ ആ വിപ്പിംഗ് ക്രീം വെച്ച ഭാഗമുണ്ടല്ലോ, അത് നന്നായിട്ട് ലെവലാക്കി എടുക്കണം. എന്നാൽ മാത്രമേ ബബിൾ നല്ല പെർഫെക്ഷനായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതൊരു സൈഡിലേക്ക് ആദ്യം വരച്ച പോലെ ചെരിഞ്ഞങ്ങ് പോകും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് വിട്ട് കൊടുത്താൽ മതി. ആ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്ത ഭാഗം നല്ല ലെവലാക്കി എടുക്കുക. പിന്നെ ബബിൾ കുറച്ച് വലുതും ചെറുതുമായിട്ട് ചെയ്യാം കേട്ടോ, എല്ലാം ഒരേ സൈസ് ചെയ്യേണ്ട, കാണാനൊരു ഭംഗി ഉണ്ടാവും. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡർ വിതറി കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നെട്ടി ബബിൾ കേക്കിനൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടും ചെയ്യാം. ഇനി ആ ബബിളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ജസ്റ്റ് ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും വേണ്ട, അവിടെ ഇവിടെ ആയിട്ടൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് നട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് സൈഡിലും പിന്നെ കുറച്ചൊക്കെ മുകളിലായിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് സൈഡിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു മുകളിലും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഈ ഒരു കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. മാക്സിമം 1 മണിക്കൂർ മതി. ഞാനിപ്പോൾ അത്രയൊന്നും വെച്ചിട്ടില്ല, അരമണിക്കൂർ കൊണ്ട് തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുമുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതുപോലെ ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ പുഡിങ്ങിൽ വിപ്പിംഗ് ക്രീം ചേർത്തതുകൊണ്ട് നല്ല സോഫ്റ്റ് പുഡിങ്ങാണ്. ചൈന ഗ്രാസും ജെലാറ്റിനും ചേർത്ത പുഡിങ് പോലെയല്ല, എളുപ്പത്തിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. പാർട്ടിക്കൊക്കെ നല്ല തിളങ്ങുന്ന ഒരു പുഡിങ് തന്നെ ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് പുഡിങ്ങിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോസോ പ്ലേലിസ്റ്റോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും താല്പര്യം ചൈന ഗ്രാസും ജെലാറ്റിനൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പുഡിങ്ങാണ്. അങ്ങനെയുള്ള പുഡിങ്ങൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രീ ആകുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു പുഡിങ് ട്രൈ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്